ജപ്പാനിലെ രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിലെ പിന്നെ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള പട്ടാളക്കാർ നടത്തിയ ക്രൂരകൃത്യങ്ങൾ എന്നെ പിള്ളേരുടെ ജ്ഞാനം എന്നുള്ള പുസ്തകത്തിന് അത് വായിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ രീതിയിൽ ബുദ്ധമതം അധപ്പതിച്ചു പോയി. അപ്പോൾ ഇത് പറയേണ്ടി വരും ചിലപ്പോൾ. എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെയാണ്. ഏത് മതവും അതിൻ്റെ അടിസ്ഥാനം സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാകുന്നെങ്കിലും അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ആനന്ദിൻ്റെ ഒരു കഥയിൽ പുതിയ കാലഘട്ടത്തിലെ മഹാബലി ഒരു ലീവ് കിട്ടുന്ന സമയത്ത് പ്രഹ്ലാദൻ മുതുമുത്തച്ഛനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ശ്രീലങ്കയുടെ മണ്ടയിൽ കൂടെയാണ് ഈ വിമാനം യാത്ര ചെയ്യുന്നത്. പണ്ട് ഈ ആ രാജ്യത്ത് യുദ്ധം നടന്നിരുന്നെന്ന് പറഞ്ഞാൽ രാമരാവണ യുദ്ധം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ വേറെ ആൾക്കാർ പല പേരുകളിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ യുദ്ധം തുടരുകയാണ്. അപ്പം യുദ്ധം ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള പേരുകൾ പറയും. ഒരു സൈഡിൽ നമ്മൾ നന്മയുള്ളവരും മറു സൈഡിൽ നന്മയില്ലാത്തവരും എന്ന് പറയും. ഈ പറച്ചിൽ തുടരുന്നതാണ്. അതിനോരോ പുതിയ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് ഫിലോസഫിക്കലി ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്ത് മനുഷ്യൻ പൊക്കോണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമാധാനം ഇല്ലാത്ത മനുഷ്യരുണ്ടാവുന്നത്? പക്ഷെ നമ്മുടെയൊക്കെ സോഫ്റ്റ്വെയറിൽ എപ്പോഴും സമാധാനം ഉള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ തുടരുന്നത്? സാധാരണ മനുഷ്യന് യുദ്ധം ഇഷ്ടമല്ല. യുദ്ധം ചെയ്യുന്നത് എപ്പോഴും അധികാരമുള്ളവരാണ്. അതിനെ അവർ പ്രേരിപ്പിക്കുന്നതിന് അത് ഒരു പ്രധാനപ്പെട്ട ഘടകം റിലീജിയനാണ്, മതപരമായിട്ടുള്ള കാര്യം. ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഒരു പാകിസ്ഥാനിലെ സാധാരണ പൗരൻ്റെ ആഗ്രഹമോ ലക്ഷ്യമോ ഒന്നുമല്ല. പാകിസ്ഥാനിലെ ഭരണാധികാരിയുടെ ഒരു ആഗ്രഹമാണ്. പാകിസ്ഥാനെ ഒരു ശത്രു രാജ്യമായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണാധികാരിയുടെ ഒരു ആവശ്യമാണ്. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു അമിതമായിട്ടുള്ള രാജ്യസ്നേഹം എന്ന് പറയുന്നത് വ്യാജ രാജ്യസ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാജ്യസ്നേഹം ലോകത്തുള്ളവരെല്ലാം മനുഷ്യരില്ല. ലോകത്തുള്ളവർക്കെല്ലാം ഒറ്റ ഹൃദയം മാത്രമേ ഉള്ളൂ. ശ്വാസകോശം, കിഡ്നി, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്. ലോകമേ തറവാടെന്ന് പറയുന്നതാണ് ശരി. പക്ഷേ ഓരോ രാജ്യത്തും ഉണ്ടായി വരുന്ന അധികാര രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. ഒരു പട്ടാളക്കാരൻ്റെ മൃതശരീരം വീട്ടിൽ വന്നാൽ ഇന്ത്യയിലെ അമ്മയായാലും പാകിസ്ഥാനിലെ അമ്മയായാലും നിലവിളിക്കുന്നത് ഒരൊറ്റ മലയാളത്തിലാണ്. രണ്ട് ഭാഷ അവർക്കില്ല. അവരുടെ സ്വന്തം ഭാഷയിലുള്ള നിലവിളിയാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരമ്മയും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ചങ്ങമ്പുഴയുടെ ഒരു കവിതയുണ്ട്, അത് പട്ടാളക്കാരൻ്റെ ഭാര്യ പറയുന്നതാണ്. അതിനകത്ത് അവർ പറയുന്നത് പട്ടാളം ശമ്പളം കിട്ടും, പക്ഷെ പട്ടിണിയാണ് അതിൽ ഭേദം എന്നാണ്. പട്ടാളം പൈസ കിട്ടിയ ഒരുപാട് റമ്മൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമായിരിക്കും. കുതിരച്ചേര എല്ലാം കിട്ടുന്നൊരു പരിപാടിയാണ് പട്ടാളം എന്ന് പറയുന്നത്. പട്ടാളത്തെ ചാരായം കുടിപ്പിച്ചാണല്ലോ ഏത് ഗാന്ധിയനും ഭരണാധികാരി AK ആന്റണി പിന്നെ പ്രതിരോധ ഒപ്പനിരയായിരുന്ന സമയത്ത് ചാരായ വിതരണത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അത് കൃത്യമാണ് പുള്ളി ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത് അധികാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് പിന്നെ പാകിസ്ഥാനിനെ നിങ്ങൾക്ക് പെങ്ങൾസ്ഥാൻ എന്ന് വിളിച്ചുകൂടാ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിക്കൂടാ? എന്നേ ചൊടിച്ചു പിരിഞ്ഞ നേർപ്പെങ്ങളെ നിന്നെ എനിക്കൊന്ന് കാണാൻ കൊതി എന്ന് നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അവർക്കും എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണമെന്ന് അവർക്കും ആലോചിച്ചുകൂടാ? ഭരണാധികാരികളുടെ പ്രശ്നമാണ്, സാധാരണക്കാരുടെ പ്രശ്നമല്ല. നെടുവങ്ങാട്ടുകാരനെ ഒരാൾ ഈ അരുണാചൽ പ്രദേശിൽ ബൗണ്ടറിയിൽ പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ചൈനക്കാരാണ്, ഇപ്പുറത്ത് ഇന്ത്യൻ പട്ടാളമാണ്. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ പിരിഞ്ഞു പോയ സമയത്ത് ഈ ചൈനീസ് പട്ടാളക്കാരന് ഒരു വാച്ച്, അയാളുടെ കയ്യിൽ നിന്ന് വാച്ച് വഴി ഇന്ത്യൻ പട്ടാളക്കാരായിട്ട് കൊടുത്തത്. അങ്ങനെ അതുകൊണ്ടാണ് ഈ നെടുവങ്ങാട്ട് വന്നിട്ടുള്ളത്. ഇവർ തമ്മിൽ ഈ ശത്രുതയില്ല. ഒരു പട്ടാളക്കാരനും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഒരു പട്ടാളക്കാരൻ്റെ അമ്മയും ഒരു പട്ടാളക്കാരൻ്റെ കുടുംബവും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ആഗ്രഹിക്കുന്നത് അധികാരികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ മുഴുവൻ യുദ്ധം ആഗ്രഹിക്കുന്നുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ജനങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനമാണ് അവർക്ക് വേണ്ടത്. അവർക്ക് പ്രണയിക്കണം, ആഹാരം കിട്ടണം, സ്വസ്ഥമായിട്ട് നല്ല കാറ്റൊക്കെ അനുഭവിച്ച് ജീവിക്കണം, പൂവ് കാണണം, മഴവില് കാണണം, കുഞ്ഞ് കാണണം, സ്നേഹം കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്. ഇതിനെ തടയുന്നത് അധികാരം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികളാണ്. അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവരതിനെ പരിചയമായിട്ട് ഉപയോഗിക്കുന്നത് റിലീജിയനാണ്. അതിലേക്ക് വരാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ കുരുവിപ്പുഴയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് സ്നേഹമാണ്. സ്നേഹം എന്ന വാക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടതും. മറ്റപ്പുറത്തെ എന്തുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് നമ്മൾ ആ സ്നേഹം എന്ന് പറയുന്ന വാക്കിനെ കൂടെ സ്നേഹിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുമ്പ് നിർത്തേണ്ടത്. ഇപ്പോൾ ജെസ്സി എഴുതുന്ന സമയത്ത് ജെസ്സിക്കകത്ത് മറ്റൊരു തരത്തിലുള്ളൊരു വിഷനുണ്ട്, ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. എങ്ങനെയാണ് പെണ്ണിനെ കാണേണ്ടത്, അതിനകത്തൊക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു സ്നേഹവും പ്രണയത്തെയൊക്കെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ കുറച്ചുകൂടെ പൈങ്കിളി കവിതകളും കൂടെ നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്. ഒരു കവിത എങ്ങനെ ഉണ്ടായി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിനതൊരു ആർജിത സംസ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട്.
നമ്മൾ ആർജിക്കുന്ന ഒരു സംസ്കാരം അതിൻ്റെ പിന്നെ രചനയുടെ പിന്നിലുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ വിചാരിച്ചാലും അങ്ങനെ വരുള്ളൂ. എനിക്കൊരു 15-16 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഈ ജാതി വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ട് പോയി. ജാതി ബോധം പോയി, മതബോധം പോയി, ദൈവബോധം പോയി, ചെകുത്താൻ പോയി. ഞാൻ സയൻസിൻ്റെ ഒരാളായിട്ട് മാറി. അതെൻ്റെ ആർജിത സംസ്കാരമാണ്. അതുകൊണ്ട് ആദ്യകാല കവിത, ഇപ്പം എൻ്റെ ആദ്യകാല കവിതയായിട്ട് പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുള്ളത് 74 ഞാൻ എഴുതിയ വീണകൽപ്പനക്കാരെന്നുള്ള കവിതയാണ്. ഇപ്പോൾ 50 വർഷമാണ്. അപ്പോൾ ഈ 50 വർഷത്തിനിടയ്ക്ക് ഞാൻ എഴുതിയ ഏത് കവിത പരിശോധിച്ചാലും രജനീഷേ ദൈവത്തെയോ മതത്തെയോ ജാതിയെയോ വാഴ്ത്തുന്ന ഒരു വാക്കുപോലും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ആർജിത സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഏത് കടലിൽ കൊണ്ടുവന്നിട്ടാലും അങ്ങനെ നമ്മൾ പ്രതികരിക്കുകയുള്ളൂ. അതുകൊണ്ട് പൈങ്കിളി കവിതകൾ എങ്ങനെയുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനെഴുതിയ ഒരു പക്ഷേ പൈങ്കിളി ആയിരിക്കാം, എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല. പക്ഷേ ആർജിത സംസ്കാരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ദിവസം പല്ലനയിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയനിലെ സാഹിത്യ ക്യാമ്പ് പല്ലനയിൽ നടന്ന സമയത്ത് ആ നദി പല്ലനെ 6 ക്രോസ് ചെയ്ത സമയത്ത് ഗോപാലകൃഷ്ണൻ വീണ് മരിച്ചതിന് തൊട്ടിപ്പുറത്ത് വെള്ളം മുങ്ങി ഞാൻ ആ നദിയുടെ അടിയിൽ പോയതാണ്. ഞാൻ മുകളിലോട്ട് വന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹികളാരും എന്നെ മുടി പിടിച്ച് രക്ഷപ്പെടുക. മരിച്ചേക്കൊന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ആൾക്കൂടി വിളിച്ചത് അമ്മ എന്നുള്ളൊരു വാക്കാണ്. എന്തുകൊണ്ട് ഞാൻ ദൈവമേ എന്ന് വിളിച്ചില്ല? അപ്പോൾ അതെൻ്റെ ആർജിത സംസ്കാരമാണ്. ഇത്രയും 10 കൗമാരത്തിൻ്റെ ആരംഭകാലം തൊട്ടേ ഞാൻ ഇത്തരം അന്ധവിശ്വാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രതികരണം മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് വരുള്ളൂ. എൻ്റെ മനസ്സിനകത്ത് പൈങ്കിളി കാണും, പൈങ്കിളിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ഇതിനകത്തൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. ഞാനതൊക്കെ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ സാധാരണഗതിയിലുള്ള കവികളൊക്കെ ഇത്തരം നമ്മൾ ലോക്കൽ എന്ന് വിളിക്കുന്ന സ്പേസുകളിൽ കാണാൻ പറ്റില്ല. പക്ഷേ കുരുവിപ്പുഴ എപ്പോഴും വിസിബിളാണ്. നമ്മൾ ഒരു ലോക്കലായിട്ടുള്ള ഒരു ഗ്രന്ഥശാലയുടെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കുരുവിപ്പുഴ കാണാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണോ? ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അവിടെയൊക്കെ പോയല്ലേ ഞാൻ കവിത വായിക്കുന്നത്. അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം ഈ പിന്നെ സംഘപരിവാർ എന്നെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു വായനശാലയുടെ മുമ്പിൽ ഞാൻ വർത്തമാനം പറഞ്ഞപ്പോഴാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അത് എന്നെ അവിടെ കിട്ടുന്നുള്ളതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ വേറൊരു കവി അവിടെ കിട്ടുന്നില്ലായിരിക്കാം. ഈ ചെറിയൊരു വായനശാല, അതിൻ്റെ മുമ്പിൽ കുറച്ച് ചെറിയൊരാൾക്കൂട്ടം, അവിടെ നിന്ന് വർത്തമാനം പറയാൻ, അവിടെ നിന്ന് വർത്തമാനം പറയാനുണ്ടെന്ന ആവശ്യമാണ് നമ്മളെ സംഘം. മനുഷ്യരെ അവരോടാണല്ലോ നമുക്ക് പറയാനുള്ളത്. അത്ര പേര് കേൾക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും വിഷയമല്ല. ഞാൻ രാത്രിയിൽ കടലിനെ നോക്കി കവിത വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് മുമ്പിൽ കടൽ മാത്രമേ ഉള്ളൂ. മഹാസമുദ്രം, അലയടിച്ച് വരുന്ന മഹാസമുദ്രം, തിരുവനന്തപുരത്തേക്ക് കവിത വായിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ പോയിട്ട് രാത്രിയിലിരുന്നിട്ട് കടലിനെ നോക്കിയിട്ട് കവിത വായിച്ചിട്ടുണ്ട്. ആളെനിക്കൊരു വിഷയമേ അല്ല. അങ്ങനെ ആളുകളുണ്ടെങ്കിൽ തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കി എന്നെ നോക്കി കവിത വായിക്കുന്നു എന്നുള്ളൊരു കാര്യമാണത്തുള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഞാനങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് ചെറിയൊരു വായനശാല, അവിടെ മൈക്ക് ഉണ്ടാക്കണം, സ്റ്റേജ് ഉണ്ടാക്കണം, ഗസ്റ്റിനെ വിളിക്കാൻ പോകണം, അയാൾക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, ജനങ്ങളെ സംഘടിപ്പിക്കണം, നോട്ടീസ് അടിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട അയാളുടെ ജീവിതത്തിലെ കുറേ ഭാഗം അതിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾ വായനശാലയുടെ മുമ്പിൽ കവിസമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ പോകണ്ടായോ? പോയില്ലെങ്കിൽ എന്ത് തെറ്റല്ലേ? അത് പോകണം. തീർച്ചയായിട്ടും.